റെഫറൻസ് വേർഡ്സ് OET റീഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് റെഫറൻസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റെഫറൻസ് വേർഡ്സ്. എന്താണ് റെഫറൻസ് വേർഡ്സ്? റെഫറൻസ് വേർഡ്സ് എന്ന് പറയുമ്പോൾ പ്രീവിയസ്ലി മെൻഷൻ ചെയ്തിരിക്കുന്ന ഐഡിയാസ്, വേർഡ്സ് ഓർ ഫ്രേസസ് ഇതിനെ റെപ്പറ്റീഷൻസ് ഒഴിവാക്കിക്കൊണ്ട് റെഫറൻസ് വേർഡുകൾ ഉപയോഗിച്ച് റെഫർ ചെയ്യുന്നു. ഇത് പാസേജിന് അല്ലെങ്കിൽ ടെക്സ്റ്റിന് ക്ലാരിറ്റിയും കണ്ടിന്യൂറ്റിയും ലോജിക്കും കൺസിസ്റ്റൻസിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ടെക്സ്റ്റ് കോംപ്രിഹെൻഡ് ചെയ്യാനും ആൻസേഴ്സ് ആക്യുറേറ്റായി കണ്ടുപിടിക്കാനും റെഫറൻസ് വേർഡുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. യൂഷ്വലി പ്രോനൗൺസ് ആണ് റെഫറൻസ് വേർഡുകളായി ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഹി, ഷീ, ഇറ്റ്, ദേ, ദിസ്, ദീസ് തുടങ്ങിയ വേർഡ്സും കൂടാതെ മറ്റ് വേർഡ്സും നമുക്ക് ഉപയോഗിക്കാം. അതായത് ഫോർമർ, ലാറ്റർ, എബോവ്, ബിലോ തുടങ്ങിയവയും റെഫറൻസ് വേർഡായി ഫങ്ഷൻ ചെയ്യാറുണ്ട്. ഇനി റെഫറൻസ് വേർഡ്സ് ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. സാധാരണയായി ഫസ്റ്റ് അപ്രോച്ച് അല്ലെങ്കിൽ പ്രൈമറി ടെക്നിക്ക് എന്ന് പറയുന്നത് റീഡ് ചെയ്ത് കോംപ്രിഹെൻഡ് ചെയ്ത് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷേ എല്ലായ്പ്പോഴും ഇത് എളുപ്പമായിരിക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് ചില ട്രിക്സുകൾ ഉപയോഗിക്കാം. അതിലൊന്നാണ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് തിരിച്ചറിയുന്നത്. ഫോർ എക്സാമ്പിൾ ഇറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് സിംഗുലറിനെ ഡിനോട്ട് ചെയ്യുന്നു. മാത്രമല്ല ഇറ്റ് മോസ്റ്റ് ഓഫൺ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഓബ്ജക്ട്സ് ആണ് വരുന്നത്. ആനിമൽസിനെ ഡിനോട്ട് ചെയ്യാം എങ്കിൽ പോലും. അപ്പോൾ ഇറ്റിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഇനി ദേ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ദേ എല്ലായ്പ്പോഴും പ്ലൂറലിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദേ നോൺ ലിവിങ് തിങ്സിനെയും ലിവിങ് ബീയിങ്സിനെയും ഡിനോട്ട് ചെയ്യും. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള രണ്ട് റെഫറൻസ് വേർഡ്സ് ആണ് ഫോർമറും ലാറ്ററും. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ആദ്യത്തേത് ഫോർമറും രണ്ടാമത് വരുന്നത് ലാറ്ററുമായിരിക്കും. ഈ ഒരു മീനിങ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഫോർമറും ലാറ്ററും ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വേഗത്തിൽ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് റെഫറൻസ് വേർഡ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ റെഫറൻസ് വേർഡ് നമുക്ക് ആൻസറായിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓരോ ഓപ്ഷൻസും വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കുമ്പോൾ നമ്മൾ വായിച്ചതിൻ്റെ ബേസിലുള്ള ഇൻഫർമേഷനുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണോ അങ്ങനെയും നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ടൈം റെഫറൻസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ഈ ടെക്നിക്സ് അപ്ലൈ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഫോളോ ടിജൂസ് അക്കാഡമി. താങ്ക് യു.